നമസ്തേ. മുംബൈയിലെയും ബാംഗ്ലൂരിലെയും ഡൽഹിയിലെയും ചെന്നൈയിലെയും അടക്കം ഇന്ത്യൻ മെട്രോ നഗരങ്ങളിലെ തിരക്കേറിയ പബ്ബുകളിൽ വാരാന്ത്യ രാത്രികളിൽ ഒരു കാലത്ത് മുഴങ്ങിയിരുന്നത് പാശ്ചാത്യ സംഗീതത്തിന്റെ, പ്രത്യേകിച്ച് EDMന്റെ ബാസ് ട്രാക്കുകളായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ വെളിച്ചവും വിദേശ മദ്യത്തിന്റെ ലഹരിയിൽ കൈകൾ ഉയർത്തി ആവേശത്തിലാടുന്ന യൗവനവും അവിടുത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു. ട്രെൻഡിയായ ഒരു ജീവിതശൈലിയുടെ പ്രതീകമായിട്ടാണ് പലരും ഈ കാഴ്ചകളെ കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ആ ദൃശ്യങ്ങൾക്കും ശ്രവ്യാനുഭൂതികൾക്കും ശ്രദ്ധേയമായ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ജെൻസിയുടെ ആരവങ്ങൾ ഡിജെയുടെ വിദേശ വിരഹഗാനങ്ങൾക്ക് വേണ്ടിയോ അതീവ റീമിക്സുകൾക്ക് വേണ്ടിയോ മാത്രമല്ല, മറിച്ച് കൂടുതൽ യുവാക്കൾക്ക് ഒരുമിച്ച് ചേർന്ന് ഉച്ചത്തിൽ ജയ് ശ്രീറാം എന്ന ലഹരിനും ഹരേ കൃഷ്ണ നാമത്തിനും ഭജൻ ഗാനങ്ങളുടെ റീമിക്സുകൾക്കും വേണ്ടിയാണ്. ഇത് കേവലം ഒരു ഭക്തി സംഗമം എന്നതിലുപരി വെസ്റ്റേൺ സ്വാധീനത്തിൽ അല്പമൊന്ന് മങ്ങലേറ്റിരുന്നുവെന്ന് കരുതപ്പെട്ട, എന്നാൽ മരിക്കാൻ മനസ്സിലാത്ത ഒരു സംസ്കാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ഒരു കൾച്ചറൽ ജയിൽ ബ്രേക്ക് എന്ന് ജെൻസി ഭാഷയിൽ വിളിക്കാം. പതിറ്റാണ്ടുകളായി കേരളത്തിലെയും ഭാരതത്തിലെയും സാംസ്കാരിക നായകർ നിർവഹിച്ചു വെച്ചിരിക്കുന്ന ഒരു മോഡേൺ മാതൃകയുണ്ടായിരുന്നു. ആധുനികരാകണമെങ്കിൽ സ്വന്തം വേരുകൾ അറുത്തുമാറ്റണം, മതേതരനായാൽ മാത്രമേ കൂളാകൂ എന്നും ഭക്തി എന്നത് വാർദ്ധക്യത്തിന്റെ മാത്രം അഭയമാണെന്നും ഒരു ലിഖിത നിയമം ഇവിടെ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒരു നന്ദഗോവിന്ദം വേദിയിലേക്ക് ചെന്നാൽ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ ആ മിഥ്യാധാരണകൾ തകർന്നു വീഴുന്നത് കാണാം. അവർ കേരളത്തിന്റെ സാംസ്കാരിക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തന്നെ മാറ്റുന്നു. ഈ മാറ്റത്തിന്റെ പ്രഭകേന്ദ്രം സംഗീതമാണ്. KJ യേശുദാസിന്റെ ഗന്ധർവനാദവും MG ശ്രീകുമാറിന്റെ അയ്യപ്പ ഗാനവും മലയാളികളുടെ വികാര പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പണ്ട് പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനങ്ങൾക്കോ മണ്ഡലകാലത്തെ യാത്രകൾക്കോ മാത്രം സാക്ഷിയായിരുന്ന ആ ഗാനങ്ങൾ ഇന്ന് ജെൻസി തലമുറയുടെ ഹൃദയതാളമായി മാറുന്നു. കേവലം ഹൃദയാതുരതയോടെയല്ല, മറിച്ച് തികഞ്ഞ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് അവർ അയ്യപ്പ ഗാനങ്ങളുടെ പുതിയ റീമിക്സുകൾ ഏറ്റെടുക്കുന്നത്. പഴയ ഗാനങ്ങൾ അവരുടെ പുതിയ പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിക്കുകയും അതൊരു പുതിയ മൂഡ് ബോർഡായി മാറുകയും ചെയ്തിരിക്കുന്നു. മാറ്റം സംഗീതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിലെ ക്യാമ്പുകളിലേക്കൊന്ന് നോക്കുക. കറുപ്പ് വസ്ത്രം എന്നത് കേവലം ഒരു വ്രതവേഷം എന്നതിലുപരി അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് കൂടിയായി മാറുന്നു. കഴുത്തിൽ രുദ്രാക്ഷമാലയും മുണ്ടും ഒപ്പം ട്രെൻഡിയായ സ്നീക്കേഴ്സും അണിയുന്ന യുവത്വത്തിന് മുന്നിൽ പാരമ്പര്യവും ആധുനികത്വവും രണ്ടല്ല. ശബരിമല യാത്ര ഇന്ന് ചെറുപ്പക്കാർക്ക് വെറും ഒരു തീർത്ഥാടനമല്ല, അതൊരു സോഷ്യൽ റീറ്റ് ഓഫ് പാസേജ് ആണ്. അച്ചടക്കവും അർത്ഥവും തേടിയുള്ള ഒരു കൂട്ടായ യാത്ര. നന്ദഗോവിന്ദം പോലുള്ള കൂട്ടായ്മയുടെ വിജയം അവർ ഈ തലമുറയുടെ നാഡീമിടിപ്പ് തിരിച്ചറിഞ്ഞു എന്നതിലാണ്. ഭക്തിയെ ഗൗരവമേറിയ ചടങ്ങായി അവതരിപ്പിക്കുന്നതിന് പകരം വർണ്ണങ്ങളുടെയും വെളിച്ചത്തിന്റെയും അകമ്പടിയോടെ അതൊരു ദൃശ്യവിരുന്നായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഭക്തിയുടെ സത്ത് ചോർന്നു പോകാതെ തന്നെ പഴയ സോഫ്റ്റ്വെയർ തികച്ചും നവീനമായ ഹാർഡ്വെയറിൽ പ്രവർത്തിപ്പിക്കുകയാണ് ഇവർ. ഇത് സംസ്കാരത്തിന്റെ ഡൈല്യൂഷനല്ല, മറിച്ച് കാലത്തിനൊത്തുള്ള എവല്യൂഷനാണ്. 2014 ശേഷം വന്ന മാറ്റം ചെറുതല്ല. നെറ്റിയിൽ കുറിയിടുന്നതോ രുദ്രാക്ഷമാല അണിയുന്നതോ റിഗ്രസീവ് ആണെന്ന് കരുതിയിരുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ സ്വന്തം മതം വെളിപ്പെടുത്താൻ മടിച്ചിരുന്ന അപകർഷബോധത്തിന്റെ കാലം അസ്തമിച്ചു. കൊച്ചിയിലെ കഫയിലിരുന്ന് തിലകമണിഞ്ഞ ഒരു യുവാവ് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്: വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത സൗന്ദര്യബോധത്തിന്റെ വാലിഡേഷൻ എന്റെ സംസ്കാരത്തിന് ആവശ്യമല്ല. വിമർശകർ ഇതിനെ ഒരു ഫാഡ് അഥവാ താൽക്കാലിക ഭ്രമം എന്ന് വിളിച്ചേക്കാം. പക്ഷേ അവർക്ക് തെറ്റി. ഇതൊരു തിരിച്ചുവരവാണ്. പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട സ്വത്വബോധത്തിന്റെ വീണ്ടെടുപ്പാണ്. ഡെനിമും ഐഫോണും ഉപയോഗിക്കുമ്പോഴും ഹരിവരാസനം കേട്ട് കണ്ണു നിറയാൻ മടിയില്ലാത്ത, ശനിയാഴ്ച സത്സംഗത്തിൽ പങ്കെടുത്ത് തിങ്കളാഴ്ച വ്രതം തുടങ്ങാൻ കഴിയുന്ന, വേരുകൾ അറുക്കാതെ തന്നെ ആധുനികകാരനാകാമെന്ന് തെളിയിക്കുന്ന ഒരു തലമുറയാണിത്. ഈ തരംഗം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കാനാവില്ലായിരിക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ഇന്റർനെറ്റിന്റെ കുട്ടികൾ ക്ഷേത്രങ്ങളെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. പാശ്ചാത്യ സംഗീതത്തിൽ മയങ്ങിയിരുന്നവർ സ്വന്തം സംസ്കാരത്തിന്റെ താളം തിരിച്ചറിഞ്ഞിരിക്കുന്നു.